നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ലൈഫിലുള്ള ഈ ഒരാള് നിങ്ങളുടെ റിലേഷൻഷിപ്പിലല്ല ഈ വ്യക്തിയുമായിട്ട്, പക്ഷെ ഈ വ്യക്തി നിങ്ങളോട് ഓവറായിട്ട് സ്നേഹം കാണിക്കുന്നു, ഓവറായിട്ട് സഹകരിക്കുന്നു, ഓവറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ ഉള്ളില് ഒരു സംശയം, നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തിയോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല, പക്ഷെ ഈ വ്യക്തിനെ ചോദിക്കുമ്പോ ഒന്നുമില്ല, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന വ്യക്തി, ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. 3 നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. 1, 2, 3. ഇതിലേതെങ്കിലും നമ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെക്കാം. നമുക്ക് എന്നിട്ട് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഇവിടെ നമുക്ക് ഈ കാർഡിനെ ശരിക്കും കണ്ടില്ലായിരുന്നു. 4 കാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. 4 കാർഡ്. ഒന്നാമത്തെ കാർഡ് സീക്വൻസ് ആയിട്ടുള്ള പറയുന്ന ഓരോ കാർഡിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പുതിയ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ആരെങ്കിലും മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പരിചയമില്ല, അധികം പരിചയമില്ലാത്ത ഈ ഇടയ്ക്ക് പരിചയപ്പെട്ട ആരെങ്കിലും കാണാനായിട്ട് എവിടെയെങ്കിലും പോകേണ്ടത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും. പുതിയൊരാളാണ്, പുതിയൊരു ബന്ധമാണ്, പുതിയൊരു ഫ്രണ്ട്ഷിപ്പാണ്, പുതിയൊരു പരിചയക്കാരനോ പരിചയക്കാരിയാണ്. പബ്ബിൽ വെച്ച് പരിചയപ്പെട്ടത്, റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ബസ്സിൽ ഒരിക്കലും, എങ്ങനെയുള്ള ആളാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ കുറച്ച് ശ്രദ്ധയോടെ പോകണം. അങ്ങനെ എന്താ പറയാ, ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാനെന്ന് പറയുന്നുണ്ട്, ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്. അത് നല്ലതാവാം, ചീത്തയാവാം. മൂന്നാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾക്ക് റെഡ് ഫ്ലാഗ്സ് കാണിക്കുന്നുണ്ട് ദൈവം നിങ്ങളോട്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് പല കാര്യങ്ങളും, നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് തോന്നലുകൾ വരുന്നുണ്ട്, നിങ്ങൾ പക്ഷെ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കുന്നുണ്ട്, അത് പാടില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്, അത് മനസ്സിനൊരു ഇരുത്തം വരാൻ വേണ്ടിയിട്ടാകും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഞാൻ ഒന്നാമത്തെ നമ്പർ എടുത്ത ആളുടെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഈ ആളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഓം നമഃ ശിവായ, എന്ത് എനർജിയാണ് ഇപ്പൊ ഈ വ്യക്തി ഉള്ളത്? എന്ത് എനർജിയാണ്? ഓപ്പർച്യൂണിറ്റീസ്. ഈ വ്യക്തി പല ഓപ്പർച്യൂണിറ്റീസ് ഡീൽ ചെയ്യുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് ഈ വ്യക്തി ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളല്ല, പല ഇഷ്ടങ്ങൾ, പല ഓപ്പർച്യൂണിറ്റീസ്, പല ഓപ്ഷൻസ് വെക്കുന്ന ഒരാളാണ്. ഒരേ സമയം പല ഓപ്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഇത്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോ ഈ വ്യക്തിക്ക് ഇപ്പം ഒരാളെ കാണുമ്പോൾ അയാളുടെ സംസാരം ഇഷ്ടമായി, വേറൊരാളെ കാണുമ്പോൾ അയാളുടെ ചിരി ഇഷ്ടമായി, വേറൊരാൾ നന്നായിട്ട് വസ്ത്രം ധരിക്കുന്ന ആളാണ്, അയാളുടെ ആ ഒരു ഇത് ഇഷ്ടമാണ്. അപ്പൊ പല ബന്ധങ്ങള്, പല റിലേഷൻഷിപ്പ് വെക്കുന്ന ഒരു വ്യക്തിയാണ്, പല ഓപ്ഷൻസ് വെക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്, അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ ഇത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിലാണ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി ഒന്ന് സൂക്ഷിക്കണം, ഇതൊരു ലോങ് ടേം പ്ലാനിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം വളരെ ചെറിയ അറ്റൻഷൻ സ്പാൻ ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മളെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്ന, നമുക്ക് അവിടെ പോയി ചായ കുടിക്കാം, ഇവിടെ പോവാം, മിഠായി കൊണ്ട് തരുന്ന ഒരാഴ്ച അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളപ്പോ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവും. പിറ്റേ ആഴ്ച തുടങ്ങി ഈ വ്യക്തി നോർമൽ ആയിട്ട് പെരുമാറാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇത്രയും ദിവസം എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ത് പറ്റി? അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവും.
മനസ്സിലായി? നിങ്ങൾക്ക് ടെൻഷൻ ആവും, വേദനയാവും, മനസ്സിന് വേദനയാവും കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ട കാര്യമുള്ള എനർജിയുള്ള ഒരാളാണ് ഇതെന്നാണ് പറയുന്നത്. ഇവരുടെ മനസ്സിൽ ശരിക്കും എന്താണ്, ഇവരുടെ മനസ്സിൽ ശരിക്കും എന്താണുള്ളത്? ഓക്കെ. ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ കെയറിങ് ആയ ഒരു എനർജിയാണ്, സ്റ്റേബിൾ ആണ്, ഇമോഷണലി സ്റ്റേബിൾ ആണ്, വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്, കെയറിങ് ആണ് ഈ വ്യക്തി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ട് കാർഡും കൂടെ നോക്കുമ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വ്യക്തി വളരെയധികം സെന്റിമെന്റൽ ആയ ഒരു വ്യക്തിയാണ്. ആരെങ്കിലും കരയുന്ന കണ്ടാല്, ഒരു പരിചയമില്ലെങ്കിലും ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുകയാണ്, ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ എംപാത്ത് എന്ന് പറയും. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാള്. അപ്പോ നിങ്ങളിപ്പോ ബസ്സിൽ ഭയങ്കര സങ്കടം, വീട്ടിൽ വഴക്കിട്ടിട്ടാണ് പുറത്തേക്ക് വന്നതെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ആ ഒരു വിഷാദ ഭാവം ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റും, സ്ത്രീ ആയാലും പുരുഷനായാലും. ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സ് ആവണമെന്നില്ല, സെയിം ഇതിൽ തന്നെയുള്ള ആളായിരിക്കാം. അപ്പോ ഇവര് പെട്ടെന്ന് നിങ്ങളെ നോക്കുമ്പോൾ ഇവരിങ്ങനെ സ്പോഞ്ച് പോലെയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവരോട് കാണുമ്പോൾ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നു. കാരണം ഇവര് എല്ലാം മാഗ്നറ്റ് പോലെയാണ്, എവിടെ പ്രശ്നമുണ്ടോ അതെല്ലാം വലിച്ചെടുക്കുന്ന ആളാണ്. ഇവര് മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കാനും അവരെ സഹായിക്കാനൊക്കെ ഉള്ള മനസ്സുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ളവര് അട്രാക്റ്റഡ് ആവും, വിഷാദം അല്ലെങ്കിൽ സങ്കടം പ്രശ്നങ്ങളുള്ള ആളുകളുമായിട്ട് അറ്റാച്ച്ഡ് ആവും. ഇവർ അങ്ങനത്തെ ഒരു എനർജിയാണ്. അതുകൊണ്ടാണ് ഒരേ സമയം പലരുമായിട്ട് പലരുമായിട്ട് ബന്ധമുള്ള ഒരു എനർജി. അത് അവര് ശാരീരിക ബന്ധം, സ്നേഹബന്ധം ആവണമെന്നില്ല, പലരുമായിട്ട് ഒരേ സമയം സംസാരിക്കുന്ന ഒരു എനർജി. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ, പക്ഷെ നിങ്ങള് ചില സമയത്ത് എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മള് ഒരാളുടെ സങ്കടം കണ്ട് നമ്മൾ അവരോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയി അവർ നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും, വളരെയധികം അറ്റാച്ച്ഡ് ആവും, അവര് നമ്മളിൽ നിന്ന് പലതും എക്സ്പെക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജി ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ സങ്കടപ്പെടാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട്. കാരണം ഈ വ്യക്തി നിങ്ങളെ ആ നിമിഷം സമാധാനിപ്പിക്കണമെന്ന് മാത്രം ഒരു ഇതുള്ള ഒരു വ്യക്തിയാണ്. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. വന്നു പോകുന്നു. ഇപ്പൊ ചാരിറ്റി നടത്തുന്നവരും അല്ലെങ്കിൽ ഒരു ആരും നിരാലംബരായ ആളുകളെയൊക്കെ സഹായിക്കുന്നവര് അവരോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ല, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അവരോട് ഇമോഷണലി നമ്മൾ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കരയാനേ സമയം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വിഷമം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്തോ കണ്ടിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ്. അല്ലാതെ ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ വന്നിട്ടുള്ള അല്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് ആ വ്യക്തിയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി വേറെ ആളിലേക്ക് മൂവ് ഓൺ ചെയ്ത് പോകും. മനസ്സിലായി? ആരിലും ഉറച്ചു നിൽക്കില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ വ്യക്തിയോട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ശാരീരിക ബന്ധമോ മാനസിക അറ്റാച്ച്മെന്റോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. ആ നിമിഷം നിങ്ങളെ സഹായിക്കാൻ വരുന്നത് ഇമോഷണൽ ആണ് സിറ്റുവേഷൻ. ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ അതിലേക്ക് വായിക്കാനോ അതിൽ നിന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചിലരുണ്ട്, നമ്മള് ഒരാളെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്നോട് ഇഷ്ടമാണ്, അതല്ലെങ്കിൽ അയാൾ എന്തിനാണ് ചിരിക്കുന്നത്, അയാൾ എന്നെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നമ്മള് പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഒരാൾ നോക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടത്ത് ഇങ്ങനെ നോക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പാളി നമ്മൾ നോക്കാൻ തുടങ്ങും. പക്ഷെ നമുക്ക് അയാളോട് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. എന്തുകൊണ്ടാണ് ഇയാൾ എന്നെ നോക്കുന്നതെന്നായിരിക്കും ഞാൻ നോക്കുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ടൈം പാസ്, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനധികം വായിച്ചെടുക്കാൻ ശ്രമിക്കരുത്, തലവേദനയാകും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരെ റീഡിങ്. ഇനി രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നമ്മള്. ഇവര് എങ്ങനെയുള്ള എനർജിയാണ് ഈ വ്യക്തി നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പൊ വന്നിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള ആ വ്യക്തിയുടെ എന്താണ് ശരിക്കുമുള്ള എനർജി? ഒരു എന്താണ് ഇവരുടെ എനർജി? ഇവര് നിങ്ങൾക്കൊരു നിങ്ങളിൽ ഒരു അത്താണിയെ കാണുന്നുണ്ട്. ഇവര് പല പ്രശ്നങ്ങളിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? അപ്പോ ഭയങ്കര ഇത്തിരി ക്ലിങ്ങി ആയ ഒരു വ്യക്തിയാണിത്. ആരെങ്കിലും ഇത്തിരി അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരോട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന, അവരോട് ഭയങ്കര പൊസസീവ് ആകുന്ന ഒരു എനർജിയാണ്. ഈ വ്യക്തിക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ അറിയില്ല. ആരെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ഈ വ്യക്തിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വ്യക്തി ഇപ്പൊ നിങ്ങൾ കുറച്ചൊരു അറ്റൻഷൻ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ പുറകെ കൂടുമെന്നാണ് പറയുന്നത്. കാരണം ഈ വ്യക്തി ഒരു പേടിയല്ല, ആവശ്യമില്ലാതെ ഭയക്കുന്ന,
ഒരു കാര്യത്തിലും ഒറ്റയ്ക്ക് നിൽക്കാൻ, ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലാത്ത ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. ഈ വ്യക്തിയുടെ എനർജി ഇതാണ്. ഈ വ്യക്തി എന്തിൽ നിന്നൊക്കെയോ ഒളിക്കുന്ന, എന്തിൽ നിന്നൊക്കെ ഓടി മാറുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ വ്യക്തി വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോ. എവിടെ നിന്നോ ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒളിച്ചോടി വന്നിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പോ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക. അപ്പൊ ഒരു അത്താണി ഉണ്ടെങ്കിൽ, നിങ്ങളൊരു അത്താണിയായിട്ട് നിന്നാൽ നിങ്ങളുടെ പുറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തി. ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് ശരിക്കും ഉദ്ദേശം? ഈ വ്യക്തി നിങ്ങളെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാല് നിങ്ങളെ ചിലപ്പോൾ പ്രായ വ്യത്യാസം ഉണ്ടാവും. ഈ വ്യക്തി വളരെ പ്രായം കുറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ആരെയോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവരുടെ ചെറുപ്പത്തിലോ എന്തോ നഷ്ടപ്പെട്ടു പോയ ഒരാളെ ഇവർ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന, നഷ്ടപ്പെട്ടു പോയ, ഇവരെ നന്നായിട്ട് സഹായിച്ചിരുന്ന, നിങ്ങൾ ഇവരായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്ന ഒരു വ്യക്തിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ. അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഭയങ്കരമായ അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഈ വ്യക്തിക്ക് തന്നെ അറിയില്ല എന്ത് തരം അടുപ്പമാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന്. മനസ്സിലായി? കൺഫ്യൂസ്ഡ് ആണ്, പേടിയിലാണ്, എവിടെ നിന്നൊക്കെയോ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി. അപ്പോ പക്ഷെ നിങ്ങളിൽ ഈ വ്യക്തി നല്ലൊരു പൊട്ടൻഷ്യൽ കാണുന്നു, നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറെ നല്ല കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വരും എന്നൊരു വിശ്വാസം ഈ വ്യക്തിക്കുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളോട് കൂടുതൽ അടുക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ ബന്ധം കൂടുതൽ വിപുലീകരിക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ലോങ് ടേം പ്ലാൻ ഒന്നും വരുന്നില്ല. നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയ പേഴ്സണാലിറ്റി ആയിരിക്കും. ഇത് ഭയങ്കര വീക്കായ ഒരാള്, വളരെ സ്ട്രോങ് ആയ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്ന ഒരാള്. നിങ്ങൾ വളരെ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനെയും പേടിയില്ല. അല്ലെങ്കിൽ പേടി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പുറത്ത് കാണിക്കും. നിങ്ങളുടെ ഉള്ളിലൊരു ചങ്കൂറ്റമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് വന്നാലും നേരിടാം എന്നുള്ള ഒരു മനസ്സുള്ള ഒരാളാകുമ്പോൾ ഇവര് നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ഈ വ്യക്തിക്ക് ഒരു അത്താണി എന്നുള്ള വേർഡാണ് എന്റെ മനസ്സിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവർക്ക് ഒരു അത്താണിയായിട്ട് മാറണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇവരുടെ ഉദ്ദേശം കേട്ടോ. ഏരീസ് ലിയോ സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ കാർഡിന്റെ രണ്ടാമത്തെ നമ്പർ എടുത്തവരുടെ റീഡിങ്. മൂന്നാമത്തെ നമ്പർ എടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. എന്താണ് ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുടെ ഉദ്ദേശം? ഇവരുടെ എങ്ങനത്തെ എനർജി ആണെന്ന് നോക്കാം. ഇവരുടെ എനർജി എങ്ങനെയുള്ളതാണ്? നമ്മളെ നോക്കി ചിരിക്കുന്നവരെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നവരാകണമെന്നില്ല കേട്ടോ. അത് നമ്മളുടെ തെറ്റിദ്ധാരണയാണ്. പല ഉദ്ദേശമാണ് പലർക്കും ഉള്ളത്. അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ടാണ് പലരും നമ്മളെ നോക്കി ചിരിക്കുന്നത്. ആദ്യം ഇവരുടെ എനർജി എന്താന്ന് നോക്കാം. 5 of swords ആണ്. ഇത് അത്ര നല്ല എനർജി അല്ല. ഇത് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ജയിക്കണം, എനിക്ക് എല്ലാം കിട്ടണം എന്ന് ഞാൻ പണിയെടുക്കില്ല, പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം എനിക്ക് നേടിയെടുക്കണം. ഇപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളെ പിരികേറ്റും, നിങ്ങൾ ചെന്ന് ഫൈറ്റ് ചെയ്യും, അതിന്റെ റിസൾട്ട് ഈ വ്യക്തിക്ക് കിട്ടും. നിങ്ങൾ അവിടെ മോശക്കാരനോ മോശക്കാരിയാവും. അതാണ് ഈ വ്യക്തിയുടെ ഉദ്ദേശം. പക്ഷെ നിങ്ങളോട് വളരെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് എടുത്തുചാട്ടമുള്ള ഒരാളായിരിക്കും. അധികം കാര്യങ്ങൾ ചിന്തിക്കാതെ എല്ലാത്തിനും മുമ്പിൽ കയറി ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കും. അപ്പൊ ഈ വ്യക്തി പുറകിൽ നിന്ന് നിങ്ങളെ പിരികേറ്റി വിടുകയാണ് ഈ വ്യക്തിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനോ മോശക്കാരിയാവുകയും ചെയ്യും. നിങ്ങള് അതുപോലെ തന്നെ എവിടെ നിങ്ങൾ പ്രശ്നക്കാരൻ. അപ്പൊ നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടിന്റെ രൂപത്തിലാണ് ഈ വ്യക്തി ജീവിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഈ വ്യക്തിയുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇങ്ങനെ ഉന്തിത്തള്ളി വിടുന്നത്. അതാണ് ഈ വ്യക്തിയുടെ എനർജി. ഇങ്ങനെയാണ്, എല്ലാവരോടും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളാണ് ഈ വ്യക്തിയുടെ പുതിയ ടാർഗറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ വേറൊരു കാര്യം, ഇത് ഈ വ്യക്തിയുടെ എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ബന്ധങ്ങൾ അത്ര വില കൊടുക്കുന്നില്ല. ഈ വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഈ വ്യക്തി നോക്കുന്നത്. അപ്പൊ പെരുമാറുമ്പോൾ നമ്മളോട് ഭയങ്കര സ്നേഹമുള്ള പോലെ, പണ്ടും എന്തോ ഭയങ്കര ബന്ധമാണ്, ഭയങ്കരമായിട്ട് നമ്മളെ പൊക്കി പറയുക, ചെറിയ ചെറിയ ഗിഫ്റ്റ് തരിക, ചെറിയ ചെറിയ അപ്രീസിയേഷൻ തരിക, അങ്ങനെയൊക്കെ കാണിക്കാറ്. നമ്മൾ അവരെ വിശ്വസിക്കണം. അവര് പറയുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് നമ്മൾ വിശ്വസിക്കണം.
അതിനു വേണ്ടിയിട്ടാണ് ഇവര് നിങ്ങളെ ഇങ്ങനെ നിങ്ങളോട് ഇത്രയും അടുപ്പം കാണിക്കുന്നത്. ഇത് അക്വേറിയസ് ലിബ്ര ജെമിനി ആണ്. പക്ഷെ ഉദ്ദേശം നല്ലതല്ലെന്നാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. ഈ വ്യക്തിയുടെ ഉദ്ദേശം, നിങ്ങളുമായി അടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? ക്യാൻസർ സോഡിയാക് സൈൻ അവിടെ കണ്ടു. ചാരിയറ്റ് ആണ് കണ്ടത്. നോക്കാം എന്താണ് ഉദ്ദേശം. അതന്നെ ഞാൻ ഇതവിടെ കണ്ടതാണ്, ഞാനത് എടുത്ത് തിരിച്ചു വെച്ചതേ മതി. അപ്പോ ഇത് ഉദ്ദേശം, മുമ്പോട്ടുള്ള ഈ വ്യക്തിക്ക് ഒരു ഉദ്ദേശമുണ്ട്, ഒരു ഗോൾ ഉണ്ട്. അത് പക്ഷെ നിങ്ങളുടെ ഗോളല്ല. ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു ഗോൾ ഉണ്ട്. അതിലേക്ക് അച്ചീവ് അങ്ങോട്ട് എത്തണമെങ്കിൽ ഈ വ്യക്തിക്ക് മറ്റുള്ളവരുടെ സഹായം വേണം. അതും മറ്റുള്ളവര് ആദ്യം നമ്മൾക്ക് ഒരു അനുഭവം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ മാറിക്കളയും. പക്ഷെ ചിലര് മനസ്സിലാവില്ല. നിങ്ങൾ ഒത്തിരി ശുദ്ധ മനസ്സുള്ള ഒരാളാണ്. നിങ്ങൾക്ക് പല അനുഭവങ്ങൾ ഈ വ്യക്തിയുടെ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ആവുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. ഈ വ്യക്തിയുടെ ദുരുദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ ഇപ്പൊ മുമ്പോട്ടുള്ള പുരോഗതിക്ക് നിങ്ങൾ ആവശ്യമാണ്. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഈ വ്യക്തി നല്ലതാണെന്ന് കാണിക്കുകയും വേണം. എന്നാൽ ഈ വ്യക്തി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ വഴി നടത്തിയെടുക്കണം. അപ്പൊ പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഈ വ്യക്തിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ളത്. നിങ്ങൾക്കത് പണിയാവും. ഇത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. ഇത് ഒരിക്കലും ഇത് അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയുക പോലുമില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വെറും ഒരു ഫോണാണ്. ഫോൺ എന്ന് പറഞ്ഞാൽ PAWN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകിടയൊക്കെ കളിക്കുമല്ലോ. പകിട കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് വെക്കുന്ന ആ സാധനം, അതിനാണ് അത് പറയുന്നത്. അപ്പൊ അതുപോലെയാണ് നിങ്ങൾ ചെസ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം. ആ സാധനമാണ് രാജാവ്, മന്ത്രി എന്ന് അറിയില്ല, ബിഷപ്പ് അല്ലെ, അതിനാണ് ഫോൺ PAWN എന്ന് പറയുന്നത്. അപ്പൊ അതായിട്ടാണ് നിങ്ങളെ യൂസ് ചെയ്യുന്നത്. നിങ്ങളെ മാത്രമല്ല, ഇതുപോലെ ഈ വ്യക്തി പലരെയും യൂസ് ചെയ്തിട്ടുണ്ട്. സ്ത്രീ ആയാലും പുരുഷനായാലും ഇവർക്ക് അവരുടെ കാര്യ സാധ്യത്തിനുള്ള ഒരു അതെന്താ പറയുന്നത് മലയാളത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. ആ സാധനമാണ് നിങ്ങൾ. അങ്ങോട്ട് എത്താനുള്ള ഒരു ഉപാധി മാത്രമാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. ഇത് അക്വേറിയസ് ലിബ്ര ജെമിനി. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.